ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഭഗവതി മഠം ചാനലിൽ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ മഹേഷ് ഉഷസ്. ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രവും അതുപോലെ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും. ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ഇത്തവണത്തെ ഉത്സവം കൊടിയേറുന്നത് 2025 ഏപ്രിൽ മാസം 2-ാം തീയതി ബുധനാഴ്ചയാണ്. ബുധനാഴ്ച കൊടിയേറി ഏപ്രിൽ മാസം 11-ാം തീയതി വെള്ളിയാഴ്ചയാണ് കൊടിയിറങ്ങുന്നത്. ഉത്രനാളിലാണ് ആറാട്ട് നടത്തപ്പെടുന്നത്. പൈങ്കുനി ഉത്സവമാണ് രണ്ടിടത്തും നടത്തപ്പെടുന്നത്. ഇത്തവണത്തെ ഉത്സവ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. മീനമാസത്തിലെ ഉത്രം നക്ഷത്രത്തിൽ ആറാട്ട് വരുന്ന രീതിയിലാണ് അയ്യപ്പസ്വാമിയുടെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും കൊടിയേറ്റ് ഉത്സവം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. 10 ദിവസമാണ് ഈ ഉത്സവം നടക്കുന്നത്. ശബരിമല സന്നിധാനത്ത് എഴുന്നള്ളിക്കുന്നത് ധർമ്മശാസ്താവിന്റെ ശീവേലി വിഗ്രഹമാണ്. 5-ാം ഉത്സവം മുതൽ 8-ാം ഉത്സവം വരെ ശബരിമല സന്നിധാനത്ത് ആനപ്പുറത്ത് ധർമ്മശാസ്താവിന്റെ വിളക്കെഴുന്നള്ളിപ്പും ശ്രീഭൂതബലിയും നടത്തി വരുന്നുണ്ട്. 5-ാം ദിവസം ഭഗവാന്റെ എഴുന്നള്ളത്ത് വാദ്യമേളങ്ങളും തീവെട്ടികളുമായി ശരം കുത്തിയാൽ വരെ വന്ന് നായാട്ടുവിളി നടത്തി തീവെട്ടികൾ അണച്ച് വാദ്യമേളങ്ങൾ ഒഴിവാക്കി നിശബ്ദമായി മണിമണ്ഡപത്തിൽ തിരിച്ചെത്തി അവസാനിക്കുന്നു. 9-ാം ദിവസം ധർമ്മശാസ്താവ് ശരം കുത്തിയാലോട്ട് എഴുന്നള്ളി പള്ളിവേട്ട നടത്തി ശ്രീകോവിലിന് പുറത്ത് വിശ്രമിക്കുന്നു. 10-ാം ദിവസം ആനപ്പുറത്ത് ധർമ്മശാസ്താവിന്റെ കോലവും തിടമ്പും എഴുന്നള്ളിച്ച് പമ്പയിലെ ആറാട്ടം കഴിഞ്ഞ് ശ്രീകോവിലിൽ എത്തിക്കുന്നതോടെ കൊടിയേറ്റ് ഉത്സവത്തോടനുബന്ധിച്ചുള്ള ധർമ്മശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾ അവസാനിക്കുന്നു. പന്തളം കൊട്ടാരത്തിൽ നിന്നും കൊടുത്തുവിടുന്ന തിരുവാഭരണ പെട്ടിയിലുള്ള കൊമ്പൻമീശയുള്ള അയ്യപ്പന്റെ ദിനമ്പാണ് എഴുന്നള്ളിക്കുന്നത്. ആദ്യത്തെ 4 ദിവസവും എഴുന്നള്ളത്ത് മണിമണ്ഡപത്തിൽ നിന്നും തുടങ്ങി പവിത്രമായ 18-ാം പടിയുടെ താഴെയെത്തി നായാട്ടുവിളി നടത്തി സന്നിധാനം പ്രദക്ഷിണം ചെയ്ത് മണിമണ്ഡപത്തിൽ അവസാനിക്കുന്നു. പിന്നെ 5-ാം ദിവസം മുതലാണ് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എഴുന്നള്ളിപ്പുകൾ നടത്തപ്പെടുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ വിശേഷങ്ങൾ പറയുമ്പോൾ തിരുവിതാംകൂർ രാജകുടുംബവും അടുത്ത ബന്ധമുള്ള ചരിത്ര പ്രസിദ്ധമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്ന പ്രമുഖ വാർഷിക ഉത്സവങ്ങളിലൊന്നാണ് പൈങ്കുനി ഉത്സവം. തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമുള്ള ഈ ക്ഷേത്രം നായാട്ട് രാജ്യമായ തിരുവിതാംകൂറിന്റെ സാംസ്കാരികവും ആത്മീയവുമായ പൈതൃകത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നുണ്ട്. 10 ദിവസത്തെ വിപുലമായ ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും ആരംഭം സൂചിപ്പിക്കുന്ന കൊടിയേറ്റ്, ആചാരപരമായ പതാക ഉയർത്തൽ എന്നിവയോടെയാണ് ഉത്സവം ആരംഭിക്കുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നടക്കുന്ന പൈങ്കുനിയിൽ ക്ഷേത്രത്തിന്റെ കിഴക്കൻ കവാടത്തിൽ പാണ്ഡവരുടെയും മഹാഭാരതത്തിലെ പാണ്ഡുവിന്റെയും 5 പുത്രന്മാരുടെയും കൂറ്റൻ ഫൈബർ ഗ്ലാസ് രൂപങ്ങൾ സ്ഥാപിക്കുന്നുണ്ട്. ഉത്സവത്തിന്റെ പരമ്പരാഗത ആചാരങ്ങളുടെ ഭാഗമായ ഈ രൂപങ്ങൾ മഴദേവനായ ഇന്ദ്രദേവനെ പ്രീതിപ്പെടുത്തുവാനാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉത്സവത്തിന്റെ ഓരോ ദിവസവും പ്രത്യേക ആചാരങ്ങളും വഴിപാടുകളും കൊണ്ട് സവിശേഷത പുലർത്തുന്നുണ്ട്. പൈങ്കുനിയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് 9-ാം ദിവസം ഫോർട്ട് ഏരിയയിലെ വേട്ടയ്ക്കുടമകൾ ക്ഷേത്രത്തിന് സമീപം തിരുവിതാംകൂർ രാജകുടുംബത്തിലെ തലവൻ നടത്തുന്ന പള്ളിവേട്ട. രാജകീയമായ വേട്ടയാണ്, അതാണ് ആചാരം. കാലാകാലങ്ങളായി നിലനിർത്തി വരുന്ന രാജകീയ പാരമ്പര്യങ്ങളെയും ആചാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക വേട്ട കൂടിയാണത്. ആറാട്ട് ഘോഷയാത്രയോടുകൂടിയാണ് ഉത്സവം അവസാനിക്കുന്നത്. ആചാരപരമായി വിഗ്രഹങ്ങൾ കടലിൽ നിമജ്ജനം ചെയ്യുന്നതിനായി ശംഖുമുഖം ബീച്ചിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മഹത്തായ പരിപാടിയാണത്. രാജാവ് ഉൾപ്പെടെയുള്ള തിരുവിതാംകൂർ രാജകുടുംബത്തിലെ പുരുഷന്മാർ ദേവതകളെ അനുഗമിക്കുന്ന ഈ ഘോഷയാത്ര ഭക്തിയുടെയും ഗാംഭീര്യത്തിന്റെയും ഒരു കാഴ്ചയാണ്. ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന രാജകുടുംബാംഗങ്ങളുടെ കാഴ്ച ഉത്സവത്തിന് സവിശേഷമായ ഒരു ആകർഷണീയതയും ചരിത്രപരമായ തുടർച്ചയും നൽകുന്നുണ്ട്. ഇത് കേരളത്തിലെ ഒരു പ്രധാന സാംസ്കാരിക പരിപാടിയായി തീർക്കുന്നു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവം ആത്മീയത, പാരമ്പര്യം, രാജകീയ പൈതൃകം എന്നിവയുടെ സമ്മിശ്രണമാണ്. ഭക്തരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ പുരാതന ക്ഷേത്രത്തിന്റെ മഹത്വം കാണുവാനും സമ്പന്നമായ സാംസ്കാരിക ആചാരങ്ങൾ പങ്കെടുക്കുവാനുമുള്ള ഒരു അവസരം കൂടിയാണ് പൈങ്കുനി മഹോത്സവം. ഈ 2 ക്ഷേത്രങ്ങളിലും, നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്ഷേത്രങ്ങളാണ് പത്മനാഭസ്വാമി ക്ഷേത്രവും ശബരിമല ക്ഷേത്രവും. ഈ 2 ക്ഷേത്രങ്ങളിലെയും ഉത്സവം ഒരേ കാലഘട്ടത്തിൽ തന്നെയാണ് നടത്തപ്പെടുന്നത്. മീനമാസത്തില് ഉത്രനാളിൽ ആറാട്ട് നടത്തപ്പെടുന്ന രീതിയിലാണ് 2 ക്ഷേത്രങ്ങളിലെയും ഉത്സവം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ 5 ദിവസം മാത്രമാണ് പൂജ നടത്തപ്പെടുന്നത്. പിന്നെ മണ്ഡലകാലത്തിൽ നമുക്ക് കുറച്ചധിക ദിവസം പോയി തൊഴാനുള്ള ഒരു അവസരവുമുണ്ട്. എന്നാൽ അതിനുശേഷം ഇത്തവണ എന്ന് വെച്ചാൽ 2025 ഏപ്രിൽ മാസം 2-ാം തീയതി കൊടിയേറുന്ന ആ ദിവസം നട തുറക്കുന്നതോടുകൂടി
പിന്നീട് നട അടയ്ക്കുന്നത് വിഷു ആഘോഷങ്ങളും മേടമാസത്തിലെ മാസപൂജയും എല്ലാം കഴിഞ്ഞ് 2025 ഏപ്രിൽ മാസം 18-ാം തീയതി വെള്ളിയാഴ്ചയാണ് നട അടയ്ക്കുന്നത്. അപ്പോൾ ഒരു 17 ദിവസത്തോളം നമുക്ക് ശബരിമലയിലെത്തി ഭഗവാനെ കണ്ടു തൊഴാനുള്ളൊരു സൗകര്യം കൂടി ഈ മാസമുണ്ട്. അപ്പോൾ എല്ലാവരും അത് പരമാവധി പ്രയോജനപ്പെടുത്തും എന്ന് തന്നെ വിശ്വസിക്കുന്നു. ശബരിമലയിലെയും അതുപോലെ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും ഉത്സവ വിശേഷങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഈ വിവരങ്ങൾ നിങ്ങളുടെ അറിവിലുള്ള മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുമുള്ള കാര്യങ്ങൾ കൂടുതലറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.